സാധാരണ നമ്മളെപ്പോഴും കാണുന്ന ഓരോ തുണ്ട് ഭൂമിക്ക് രാജ്യങ്ങൾ തമ്മിൽ കലഹിക്കുന്ന യുദ്ധം ചെയ്യുന്നതൊക്കെയാണ്. സുഡാനും ഈജിപ്തിനും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ബിർട്ടവിൽ എന്ന് പറയും. ഇവിടെ എത്ര പ്രത്യേകത, ഇത് രണ്ടു പേർക്കും വേണ്ട സ്ഥലം. ഈജിപ്ത് പറയാതെ നിങ്ങളുടെ സ്ഥലമാണെന്ന് സുഡാൻ പറയാതെ ഞങ്ങളുടെ സ്ഥലമല്ല നിങ്ങളുടെ സ്ഥലമാണെന്ന് പറയും. അത് 1902 ഈ ബോർഡർ വിഭജിച്ചപ്പോൾ മാപ്പ് വരച്ചപ്പോൾ പറ്റിയ മിസ്റ്റേക്ക്. ലോകത്ത് അങ്ങനെ അപൂർവ സ്ഥലങ്ങളിൽ അപ്പോഴാണ് അവിടെ സുരേഷ് ദീക്ഷിത് എന്ന് പറയുന്ന ഇൻഡോർകാരനാണ്. അവൻ പോയി ആ സിറ്റിയിൽ ആ സ്ഥലത്ത് കയ്യേറിയിട്ട് കിങ്ഡം ഓഫ് ദീക്ഷിത് ബോർഡർ വെച്ചു. കിങ്ഡം ഓഫ് ദീക്ഷിത് എന്ന് പറഞ്ഞ് ഒരു മാപ്പ് ഇതെല്ലാം പൊടിയെല്ലാം വെച്ച് അയാൾ തന്നെ ഒരു വെബ്സൈറ്റ് തുടങ്ങി. അയാൾ തന്നെ ആ രാജ്യത്തിന് രാജാവായിട്ട് പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അത് പത്രങ്ങളിലും ടി വിയിലൊക്കെ വന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സാർ സഞ്ചരിച്ചിട്ടുള്ള അല്ലെങ്കിൽ സാറിന് കിട്ടിയിട്ടുള്ള അറിവുകളിൽ ഏറ്റവും രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഭയാനകമായ ഒരു ബോർഡർ ഏതായിരിക്കും? രണ്ടും പറയാം. അത് രസകരമായ അതിർത്തിയും പറയാം, ഭയാനകമായ അതിർത്തിയും പറയാം. രസകരമായ അതിർത്തി എന്ന് പറഞ്ഞാൽ ബെൽജിയവും അതുപോലെ നെതർലൻഡും തമ്മിലൊരു ബോർഡറുണ്ട്, ബാർലി നെസാവോ ആൻഡ് ബാർലി ഹെർട്ടോഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് പകുതി നെതർലൻഡിലും പകുതി ബെൽജിയത്തിലും. ഇപ്പം 1831 തോന്നുന്നു നെതർലൻഡിൽ നിന്ന് ബെൽജിയത്തിൽ സ്വാതന്ത്ര്യം കിട്ടും. അപ്പോൾ ആ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഒരു കുറച്ച് തർക്കമുണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ ഇത് കുറച്ച് സ്ഥലം, അതായത് ഈ പസിൽസ് ഒക്കെ കണ്ടില്ല, അതുപോലെയാണ്. കുറച്ച് സ്ഥലം നെതർലൻഡിന്, അത് കഴിഞ്ഞാൽ കുറച്ച് സ്ഥലം ബെൽജിയത്തിന്, ഇങ്ങനെ ചെറിയ സ്ഥലങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു ഷോപ്പിൻ്റെ തന്നെ പകുതി ബെൽജിയത്തിലും പകുതി നെതർലൻഡിലും, ഒരു വീടിൻ്റെ പകുതി ഏതായിരിക്കും, പകുതി അപ്പുറത്തായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പല സ്ഥലങ്ങളാണ്. അതായത് കുറേ ഭാഗങ്ങൾ, അതായത് ഒരു രാജ്യത്തിന് കുറേ സ്ഥലങ്ങൾ ആ മറ്റു രാജ്യത്തിൻ്റെ സ്ഥലത്തായിരിക്കും, മറ്റു രാജ്യത്തെ അകത്ത് അങ്ങനെ കുഞ്ഞു സ്ഥലങ്ങളാണ്. ഒരു സ്ഥലമാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കും. അപ്പം ഒന്നിലേറെ സ്ഥലങ്ങൾ. അപ്പം പോളണ്ടിൽ കലിൻഗ്രാഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കലിൻഗ്രാഡ് എന്ന് പറയുന്നത് റഷ്യയുടെ പാർട്ടാണ്. പോളണ്ടിനുള്ളിലാണ് ആ സ്ഥലം. അപ്പോൾ അത് ആൾക്കാർ പലർക്കും അറിയത്തില്ല, പോളണ്ടിനെ കുറിച്ചും അല്ലെങ്കിൽ യൂറോപ്പിനെ കുറിച്ചും അറിയത്തില്ല. പക്ഷേ അവിടെ ഒരു ടെറിട്ടറി റഷ്യക്കുണ്ട്. അതുപോലെയുള്ളൊരു അത് ഒരു സ്ഥലമാണ്. ഇതങ്ങനെയല്ല, ഇത് ചെറിയ സ്ഥലങ്ങൾ. ഇപ്പോൾ നമ്മൾ തന്നെ പലയിടത്തായിട്ട് സ്ഥലം മേടിച്ചു. ഇപ്പോൾ കൊച്ചിയിൽ ഇവിടെ പല സ്ഥലങ്ങൾ നമ്മൾ ഒരു 10 സെൻറ്റ് 20 സെൻറ്റ് മേടിച്ച പോലെയാണ് പല സ്ഥലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് കിടക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കാറുണ്ട്, ഇപ്പോൾ യൂറോപ്പിലെല്ലാം ബോർഡർ ഫ്രീ ആണ്. കാരണം ഈ ഷെങ്കൻ കൺട്രികളിലൊക്കെ യാത്ര ചെയ്യുന്നതിന് ബോർഡറുകളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടില്ല. ഇല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ 2 പാസ്പോർട്ട് ഇല്ലാതെ അവിടെ ജീവിക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് അങ്ങോട്ട് അറിയിക്കഴിഞ്ഞാൽ നമ്മുടെ അതിര് അപ്പുറത്തായിരിക്കും, ആ അതിര് കഴിഞ്ഞാൽ അപ്പുറത്തെ അതിര് ബെൽജിയം ആയിരിക്കും, ബെൽജിയം കഴിഞ്ഞാൽ പിന്നെ നെതർലൻഡ് ആയിരിക്കും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കൂടിക്കഴിഞ്ഞ് കിടക്കാമെന്ന് പറഞ്ഞാൽ അതുപോലെ കിടക്കുന്നൊരു സ്ഥലമാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഭീകരത തോന്നുന്ന എന്ന് പറഞ്ഞാൽ കൊറിയൻ മിലിറ്ററി സോൺ DMZ ആണ്. അത് പറഞ്ഞാൽ അത് ചരിത്ര പ്രശസ്തമാണ്. നമ്മളെല്ലാം ഒരുപാട് വലിയ, പക്ഷെ അതിനൊരു വലിയ ഏരിയ ഡിവൈഡ് ചെയ്ത് ഡീമിലിറ്ററൈസേഷൻ ചെയ്ത് ഇട്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നടുക്ക് അവിടെ മീറ്റിംഗ് കൂടുമ്പോൾ അതിൻ്റെ നേർപകുതി. അപ്പോൾ അതായത് സൗത്ത് കൊറിയയുടെ പ്രസിഡന്റും നോർത്ത് കൊറിയയുടെ പ്രസിഡന്റും അല്ലെങ്കിൽ നോർത്ത് കൊറിയയുടെ സൈനിക തലവനും സൗത്ത് കൊറിയ സൈനിക തലവനും ഇരിക്കുന്ന ഒരു ടേബിളിൻ്റെ നേർപകുതി വെച്ച് 2 രാജ്യത്താണ്. അതായത് അവരുടെ രാജ്യത്ത് നിന്ന് സംസാരിക്കാനേ പറ്റുള്ളൂ, ഒരിക്കലും അവർ അപ്പുറത്തെ രാജ്യത്ത് ക്ലോസ് ചെയ്ത്. അപ്പോൾ സ്ഥിരമായി അവിടെ സൈനിക ചർച്ചകളും കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഈ ഒരു ജോയിൻറ്റ് സെക്യൂരിറ്റി ഏരിയ JSA എന്ന് പറയും. അപ്പോൾ ആ JSAയുടെ നടുക്ക് ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും അവരവരുടെ രാജ്യങ്ങളിൽ നിന്ന് മാത്രമേ സംസാരിക്കാവൂ. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ബോർഡറുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയും ബംഗ്ലാദേശും ഉണ്ട്. പക്ഷേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബഹുമാനത്തോടുകൂടി നമ്മൾ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും, അവിടെ നിന്ന് ചർച്ച ചെയ്യുന്നൊരു പ്രോട്ടോകോളൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെയല്ലേ, ഇവിടെ വളരെ സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ അത് സഞ്ചാരികൾക്കും പോകുമ്പോൾ ഇതിൻ്റെ കാണാൻ പറ്റും. പിന്നെ ഏറ്റവും വലിയൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര മോഡേണൈസ്ഡും ഒരു അഡ്വാൻസ്ഡ് ആയിട്ടും ഒരു വെസ്റ്റേൺ സ്റ്റൈലിൽ ജീവിക്കുന്നവരാണ് സൗത്ത് കൊറിയക്കാർ. നമ്മൾ അവിടുന്ന് ഈ ചില ഏരിയയിൽ നിന്ന് അവർ ടെലസ്കോപ്പ് വെച്ചിട്ട് നമുക്ക് നോർത്ത് കൊറിയ പോയിട്ടില്ല, പക്ഷേ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മളൊരു 25 വർഷമോ 40 വർഷം മുമ്പ് നമ്മൾ ഇമാജിൻ ചെയ്യുക നമ്മുടെ നാട് നഗരം എങ്ങനെയാണ്. അതുപോലെ അവിടെ കർഷകരൊക്കെ ജോലി ചെയ്യുന്നതൊക്കെ നമുക്കറിയത്തില്ല, ഇനി അവിടെ വലിയ പഠനം ഉണ്ടോയെന്ന് പോലും അറിയത്തില്ല. പക്ഷേ ഇവർ കാണിച്ചു തരുന്ന ടെലസ്കോപ്പിലൂടെ ഇതൊക്കെ കാണുന്നത് നമുക്ക് അപ്പുറത്തെ നഗരം ശരിക്കും കാണാം. ഈ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് 2 ബോർഡർ വെച്ചിട്ട് ഇതിൽ ഒരു വലിയ ഏരിയ ഡിവൈഡ് ചെയ്തതിൻ്റെ അപ്പുറത്താണ് സൗത്ത് കൊറിയ നോർത്ത് കൊറിയ ഉള്ളത്. അപ്പോൾ 2 പേർക്കും അവകാശത്തർക്കം ഇല്ലാത്ത സ്ഥലമാണ് ഈ പറയുന്ന സോൺ. അപ്പോൾ ഇപ്പുറത്തെ സോണിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് കാണിക്കാൻ വലിയ ടെലസ്കോപ്പൊക്കെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റും.
ആ രാജ്യത്തെ ആൾക്കാർ കർഷകർ പണിയെടുക്കുന്നതും അവരെല്ലാം അധ്വാനിക്കുന്നതും അവിടുത്തെ ഒരു നാഗരികത ഇല്ലാതെ ഒരു 40 വർഷമോ 50 വർഷമോ കേരളം എങ്ങനെയായിരുന്നോ നമുക്കത് പെട്ടെന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ നോക്കിയിട്ട് ഒരു ഭീകരത തോന്നുന്നത്. കാരണം അപ്പുറത്തും ഇപ്പുറത്തുമുള്ള മനുഷ്യർ, നമുക്ക് ബെർലിൻ മതിലിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ അതിനേക്കാളും ഭീകരതയായി പോയി എന്നാണ് എനിക്ക് പലപ്പോഴും ഒരുപാട് വർഷം പുറകിലാണ് അവർ ഇപ്പോഴും നമ്മൾ ഈ ടെലിസ്കോപ്പിലൂടെ കാണുമ്പോൾ ഒരുപാട് വർഷം പുറകില്ല. നമുക്കിനി യാഥാർത്ഥ്യം അറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അത് അവിടെയും ഈ മോഡേൺ ആയിട്ടുള്ള നഗരങ്ങളൊക്കെ ഉണ്ടാവും ലോകത്തിൽ. പക്ഷെ രണ്ട് രാജ്യങ്ങളിലും ഈ പറഞ്ഞ പോലെ ആയുധത്തിന്റെ ഇതനുസരിച്ച് ഭയങ്കരമായിട്ട് അപ്ഡേറ്റഡ് ആണ് എന്നിപ്പോൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഓരോരോ പുതിയ ഇതിന്റെ കാര്യങ്ങളൊക്കെ വീഡിയോസ് കാണാറുണ്ട്. പക്ഷെ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ആ ഒരു ടെലിസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ഭയങ്കര 19 വർഷം പിന്നോക്കമാണ് ആ രാജ്യമെന്ന് കാണിക്കുന്ന ഒരു ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതെ, മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയം പ്യോങ്യാങ്ങിലുള്ള നോർത്ത് കൊറിയയിലുള്ള സ്റ്റേഡിയമാണ്. ഇതൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അവിടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏരിയ ഉണ്ടാവും ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ നമ്മളെ അവർ കാണിക്കുന്നത് ദക്ഷിണ കൊറിയയിൽ പോകുമ്പോൾ നമ്മളെ കാണിക്കുന്ന സംഭവങ്ങൾ ഇതൊക്കെയാണ്. നമ്മളിത് കാണുമ്പോൾ അവിടെ അവർ അത്രയും പുറകിലാണ്, ഇവർ ഇത്രയും അഡ്വാൻസ്ഡ് ആണെന്ന് നമുക്ക് തോന്നിപ്പോകുന്നത്. അപ്പോൾ അത് അതുപോലൊരു സംഭവമുണ്ട്. സുഡാനും ഈജിപ്തിനും തമ്മിൽ വേർതിരിക്കുന്ന ഒരു പോളോ ബിർട്ടവിൽ എന്ന് പറയും. അപ്പോൾ അത് എന്നൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളെപ്പോഴും കാണുന്ന ഓരോ തുണ്ട് ഭൂമിക്ക് രാജ്യങ്ങൾ തമ്മിൽ കലഹിക്കുന്ന യുദ്ധം ചെയ്യുന്നതൊക്കെയാണ്. പക്ഷെ ഇവിടെ എത്ര പ്രത്യേകത, ഇത് രണ്ടു പേർക്കും വേണ്ട സാർ. ഈജിപ്ത് പറയാതെ നിങ്ങളുടെ സ്ഥലമാണെന്ന്, സുഡാൻ പറയാതെ ഞങ്ങളുടെ സ്ഥലമല്ല നിങ്ങളുടെ സ്ഥലമാണെന്ന് പറയും. അത് 1902 ഈ ബോർഡർ ഉപയോഗിച്ചപ്പോൾ മാപ്പ് വരച്ചപ്പോൾ പറ്റിയ മിസ്റ്റേക്ക്. അല്ല, അവിടെ ഉപയോഗമില്ലാത്ത ഭൂമിയാണ് വലിയ കാര്യമായ ലാൻഡൊന്നും അല്ല. എന്നാൽ പോലും ആ രണ്ടുപേരും അത് വേണ്ട. ലോകത്ത് അങ്ങനെ അപൂർവ സ്ഥലങ്ങളിൽ ആ സ്ഥലം നമുക്കൂടെ ചേർത്ത് നമുക്ക് കുറച്ച് സ്ഥലം ആയാലും ഇതാണല്ലോ ആൾക്കാരല്ല. അപ്പോൾ അത് രണ്ടു കൂട്ടരും പറയും ഞങ്ങളുടെ അല്ല നിങ്ങൾ എടുത്തോണം. പക്ഷെ രണ്ടു കൂട്ടരും എടുക്കുന്നില്ല. അപ്പോഴാണ് അവിടെ ഒരു സുരേഷ് ദീക്ഷിത് എന്ന് പറയുന്ന ഇൻഡോർകാരനാണ്. അവൻ പോയി ആ സിറ്റിയിൽ ആ സ്ഥലത്ത് കയ്യേറിയിട്ട് കിങ്ഡം ഓഫ് ദീക്ഷിത് ബോർഡർ വെച്ചു. സുരേഷ് കേട്ടിട്ട് മലയാളിയാന്ന് സുജേഷ് ദീക്ഷിത് എന്നാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു കിങ്ഡം ഓഫ് ദീക്ഷിത് എന്ന് പറഞ്ഞ് ഒരു മാപ്പ് ഇതെല്ലാം പൊടിയെല്ലാം വെച്ച് അയാൾ തന്നെ ഒരു വെബ്സൈറ്റ് തുടങ്ങി. അയാൾ തന്നെ ആ രാജ്യത്തിന് രാജാവായിട്ട് പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അത് പത്രങ്ങളിലും ടി വിയിലൊക്കെ വന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കാലിഫോർണിയയിൽ നിന്നാന്ന് തോന്നുന്നു US ഒരാൾ വന്നു പറഞ്ഞു ആ സ്ഥലം എൻ്റെതാണ്, ഞാനാണ് അവിടുത്തെ രാജ. അവസാനം തർക്കമായി, അവസാനം ആർക്കും ഇല്ലാതെയായി പോയി. എപ്പോഴും അത് ഈ ആരും അവകാശവാദം ഉന്നയിക്കാത്ത ഒരു സ്ഥലമായിട്ടാണ് കാണുന്നത്, ഈജിപ്തിനും സുഡാനും ഇടയ്ക്കുള്ള സ്ഥലം. പക്ഷെ അത് വലിയ കൃഷിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കിടക്കുന്ന സ്ഥലമാണ്. പക്ഷെ അത് 800 മീറ്റർ ചതുരശ്ര സ്ക്വയർ മീറ്റർ വിസ്തൃതിയുള്ള അത്യാവശ്യം നല്ലൊരു സ്ഥലം, ഏതാണ്ട് 1 കിലോമീറ്ററോളം നീളമുണ്ട്. അപ്പോൾ ഒരു രാജ്യമാകാൻ അതൊക്കെ ധാരാളം മതി. 100 ഏക്കർ സ്ഥലമുള്ള രാജ്യം വരെ ഇന്ന് നമ്മുടെ നാട്ടിൽ ലോകത്ത് രാജ്യമായിട്ടുണ്ട്. പക്ഷെ അത് ആർക്കും ഒരു അവകാശവാദം ഇല്ലാത്തൊരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ്. അതുപോലെയുണ്ട് ഈ സ്പെയിനും മൊറോക്കോയും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നൊരു ഐലൻഡ് ഉണ്ട്, ഗൊമേര. അവിടുത്തെയാണ് ലോകത്തെ ഏറ്റവും വീതി കുറഞ്ഞ ബോർഡർ. ഏറ്റവും വീതി കുറഞ്ഞ, അതായത് 270 അടി നീളം മാത്രമേ ഉള്ളൂ. അതൊരു പ്ലാസ്റ്റിക് കെയർ കൊണ്ടാണ് ഇത് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് തർക്കമുണ്ട്. ഇന്നും അതിന് തർക്കം നിലനിൽക്കുന്നത്. സ്പാനിഷ് പട്ടാളക്കാർ അവിടെ കാവലുണ്ട്, ഇതെല്ലാം ഉണ്ട്, നമുക്കും പോയാൽ കാണാൻ പറ്റും. പക്ഷേ അതൊരു പെൻസുലയാണ്. പെൻസുലയിൽ ഇവർ തമ്മിൽ വിഭജിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ 270 അടി വീതിയിലുള്ള ചെറിയ ഒരു ബോട്ടിൽ നെക്ക് പോലുള്ള സ്ഥലമാണ് ഈ അതിർത്തി എന്ന് പറയുന്നത്. അത് ആകെ അതിനുള്ള വീതി എന്ന് പറഞ്ഞാൽ ആ രാജ്യങ്ങൾ തമ്മിലുള്ള വീതി എന്ന് പറയുന്ന ബോർഡർ എന്ന് പറയുന്നത് 270 അടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ലോകത്ത് വളരെ അപൂർവം. അത്രയൊന്നും വീതിയുള്ള സ്ഥലക്കാണ്. 270 അടിക്ക് വേണ്ടിയിട്ടാണ് ഇവർ തമ്മിൽ തർക്കം വരുന്നത്. അതേസമയം ഇവിടെ 1 ഏക്കർ സ്ഥലം അല്ല 1 കിലോമീറ്ററോളം ചതുരശ്ര കിലോമീറ്ററുള്ള സ്ഥലം ആർക്കും വേണ്ട. ഇതൊക്കെയാണ് ഈ ലോകത്തെ അതിർത്തികളെ സംബന്ധിച്ചിട്ട് പറയാനുള്ളത്. ഇത് ഈ ലോകത്ത് പല രാജ്യങ്ങളുണ്ട്, പല ചരിത്രങ്ങളുണ്ട്, പലരും മാപ്പുകൾ മാറ്റി വരയ്ക്കാറുണ്ട്. ചിലവർ അതിനുള്ളിൽ രാജ്യങ്ങളുണ്ട്. പിന്നെ പ്രിൻസിപ്പാലിറ്റി എന്ന് പറയും, അതായത് ചെറിയ ചെറിയ നാട്ടുരാജാക്കന്മാരെ പോലെ ലോകത്ത് പലരും സ്വന്തമായി രാജ്യം ഉണ്ട്. ഇപ്പോൾ ഈ UK അടുത്തൊരു സ്ഥലമുണ്ട്, അതായത് ഒരു പണ്ട് ലോകമഹായുദ്ധകാലത്ത് ഉണ്ടായ സ്ഥലമാണ്. അതായത് വലിയൊരു മിലിറ്ററി പോസ്റ്റ് പോലെ കടലിൽ തന്നെ ഒരു സ്പേസ് ഉണ്ടാക്കി. അപ്പോൾ ഒരു വലിയ പില്ലർ ഉണ്ടാക്കി, അതിന് മേലെ ജയിൽ പോലെ ജയിലൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. അപ്പോൾ അത് ഒരാൾ കയറി അവിടെ താമസമാക്കിയിട്ട്
സീലാൻഡ് എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. എപ്പോഴും അവിടെ രാജാവും രാജ്യം അവരും എല്ലാം താമസിക്കുകയാണ്. അവർ സ്വന്തമായ പാസ്പോർട്ട് ഉണ്ട്, കറൻസി ഉണ്ട്, എല്ലാം ഉണ്ട്. ലോകം അംഗീകരിച്ചിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷെ അതെല്ലാം ഉണ്ട്. പക്ഷേ അവർക്ക് യാത്ര ചെയ്യാൻ പേടി. യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആരെങ്കിലും പിടിച്ചോട്ട് പോകുന്നുള്ള പേടിയാണ്. പക്ഷേ ഇത് പല ആൾക്കാരുമായിട്ട് അവർ വ്യാപാര ബന്ധങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ല സുഖകരമായിട്ട് അവർ ജീവിക്കുന്നുണ്ട്. വലിയ സ്ക്വയർ ഫീറ്റ് ഏരിയ ഒന്നുമില്ല. പക്ഷേ അവിടെയൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല. പക്ഷേ അങ്ങനെയുള്ള സ്ഥലങ്ങളും ഉണ്ട്. അതിർത്തികൾക്ക് വേണ്ടി തർക്കങ്ങൾ നിരന്തരമുള്ള ചെറിയ ഇഞ്ചോടിഞ്ച് സ്ഥലങ്ങൾക്ക് വേണ്ടി തർക്കങ്ങളും യുദ്ധങ്ങളും ഒക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഇങ്ങനെ ചെറിയ ചെറിയ അതിർത്തികളും രസകരമായ കാഴ്ചകളും ഒക്കെ ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. നമ്മൾ ഈ പല പല രാജ്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും അറിയുന്ന രാജ്യങ്ങളിലെ അറിയാ കഥകളായിട്ട് കിടക്കുന്ന ഈ കുറേ അതിർത്തികളെ പറ്റി സാർ ഭയങ്കര ഡീപ്പറായിട്ട് സംസാരിച്ചു. വളരെയധികം നന്ദി. ഓക്കെ, താങ്ക് യു.